തങ്കളം എക്സൈസ് ഓഫീസ് ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ധനകാര്യ വകുപ്പിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചതായി കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ അറിയിച്ചു. തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി എംഎൽഎയും ജനപ്രതിനിധികളും കോതമംഗലം ട്രാഫിക് പോലീസും സ്ഥലം സന്ദർശിച്ചു. ആലുവ മൂന്നാർ റോഡും ബൈപ്പാസ് റോഡും ഒന്നിക്കുന്ന തങ്കളം എക്സൈസ് ഓഫീസ് ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുന്നതിന് എംഎൽഎ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചതായി എംഎൽഎ ആന്റണി ജോൺ അറിയിച്ചു. ട്രാഫിക് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് പലപ്പോഴും ജംഗ്ഷനിലെ തിരക്ക്. ഈ സാഹചര്യത്തിലാണ് പരിഹാരമെന്നോണം ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. ഇതിനായി 20 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും എംഎൽഎ ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡപ്രകാരം പ്രവൃത്തി നിർവഹിക്കാൻ സാധിച്ചിരുന്നില്ല. പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് എംഎൽഎ ഫണ്ട് വിനിയോഗിക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എംഎൽഎ കത്ത് നൽകിയിരുന്നു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 20 ലക്ഷം രൂപ നൽകാൻ പ്രത്യേക അനുമതി ഉത്തരവായിട്ടുള്ളത്. തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കോതമംഗലം ട്രാഫിക് പോലീസും പ്രദേശം സന്ദർശിച്ചു. ഇന്ന് കോതമംഗലത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണിത്. ഇവിടെ എക്സൈസ് ഓഫീസിന് സമീപത്തുള്ള ഈ ജംഗ്ഷനിൽ പ്രത്യേകിച്ച് റോഡ് സംവിധാനങ്ങളെല്ലാം കൂടുതൽ വിപുലപ്പെട്ടതോടുകൂടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാവിലെ ഓഫീസ് ടൈം ആകുന്നതുവരെയും ഉച്ചയ്ക്ക് ശേഷം സ്കൂളുകൾ വിട്ട് ഏതാണ്ടൊരു 6 മണി വരെ വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഈ പ്രദേശത്ത് കണ്ടുവരുന്നത്. അത് പലപ്പോഴും അത്തരമൊരു സാഹചര്യം ഉണ്ടായതിന് ശേഷം നമ്മളിവിടെ ട്രാഫിക് പോലീസിനെ കൃത്യമായി ഡ്യൂട്ടിക്ക് ഇടണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. പലപ്പോഴും ട്രാഫിക് പോലീസ് ഡ്യൂട്ടിക്ക് നിന്നാൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര വലിയ ബ്ലോക്കും അതോടൊപ്പം തന്നെ ആളുകളെല്ലാം ധൃതിയിൽ വാഹനമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങളും ഈ ജംഗ്ഷനിൽ ഇപ്പോൾ പതിവായി കാണുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനകത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒന്ന് ആലുവ മൂന്നാർ റോഡ് ആണ് കടന്നു പോകുന്നത്. നമ്മൾ ഈ നിൽക്കുന്നതിന് പിന്നിലായി ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി തങ്കളം ബൈപ്പാസിൻ്റെ ആദ്യ റീച്ച് അതിപ്പോൾ ഗതാഗതത്തിന് നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എം എ കോളേജ് ജംഗ്ഷനിൽ നിന്ന് വിമലഗിരി സ്കൂളിന് മുമ്പിലൂടെ വരുന്ന വഴിയും വന്നു കയറുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെയാണ് മലയങ്കീഴിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന ഒരു പ്രദേശമെന്നുള്ള നിലയിൽ വലിയ തിരക്കാണ് എല്ലാ സമയത്തും ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ളത് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.